വേലി കിടന്ന പാമ്പിനെ പിടിച്ച് തോളിലിട്ട് എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആവശ്യമില്ലാത്ത വയ്യാവേലി എടുത്ത് നമ്മുടെ തലയിലോട്ട് കൊണ്ടുവച്ചു എന്ന ഒരു പഴഞ്ചൊല്ല് പണ്ടേ പ്രസിദ്ധ ആർജിച്ചിട്ടുണ്ട്. അടുത്തിടെ ഞാൻ വായിച്ച ഒരു ബുക്കിൽ ഈ പെറ്റ് സ്നേക്സ് ഉണ്ട്, ഈ വീട്ടിൽ വളർത്തുന്ന ഈ സ്നേക്സ് ഉണ്ട്, പാമ്പ്. വലിയ പാമ്പാണ്, ഹ്യൂജ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ വീട്ടിലെ ഒരു പാമ്പ്, മുട്ടൻ പാമ്പ്. അപ്പോൾ അവൻ കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, വീട്ടുകാർ കൊടുക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടർ, ഈ വെറ്റിനറി സർജൻ, അങ്ങനെ അദ്ദേഹം ഈ പാമ്പിനെ വന്ന് കാണുകയും ചികിത്സ കൊടുക്കാം എന്ന തീരുമാനത്തിലായിരുന്നു ഈ ഡോക്ടറിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഡോക്ടർ വന്ന് ഈ പാമ്പിനെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് അവന് ഒരു അസുഖമില്ല, ഒരു കുഴപ്പമില്ല. എന്തോ സംഭവം? ഇവൻ പട്ടിണി കിടക്കുന്ന എന്തിനാണെന്നറിയോ? വീട്ടുകാരെ പിടിച്ച് തിന്നാനാ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ പാമ്പിനെ പിടിച്ച് കാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം പിടിച്ച് ഇവൻ വിഴുങ്ങിക്കളയും. എന്തുവായാലും പാമ്പ് അതിൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കത്തില്ല. ഇനി ഇവരെ എത്രയൊക്കെ പെറ്റായിട്ട് വളർത്തിയാലും എത്ര അപകടം ആയിപ്പോയതിന് ഈ കുടുംബത്തിന്, ഈ ഡോക്ടർ വരികയും അത് സ്ഥിരീകരിക്കുകയും ഉടൻ തന്നെ ഇവർ ഈ പാമ്പിനെ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. അവർ കുടുംബക്കാരെല്ലാം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ പാമ്പ് ഓരോരുത്തരെ വിഴുങ്ങിയിരുന്നേനെ. എന്നതുപോലെ നമ്മൾ ജീവിതത്തിലും ഈ വിഷപ്പാമ്പുകൾ മനുഷ്യരുടെ രൂപത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യരായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇവരെല്ലാം വിഷമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എങ്കിലും സമൂഹത്തിൽ ചിലരെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുള്ളത് നമ്മൾ മാനിക്കണം. എങ്ങനെയുള്ളവരാണ്, എത്തരക്കാരാണ് എന്ന് പൊതുവേ ഒരു അഭിപ്രായം കാണുമല്ലോ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോരുത്തരുമായിട്ട് ഡീൽ ചെയ്യാൻ. കാരണം പ്രത്യേകിച്ച് ഇന്നേ കാലത്ത് ഈ ഒരു മനുഷ്യനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, വളരെ പ്രയാസമാണ്. എന്തായാലും എല്ലാവരുടെയും മനസ്സിലും നല്ലതും നന്മയും ഒക്കെ ആണെങ്കിലും ഈ വിഷപ്പാമ്പ് ഉണ്ട്, കൊത്തും. ആ കൊത്ത് വീഴാതെ നാം തന്നെ നമ്മെ രക്ഷിക്കുക, സൂക്ഷിക്കുക. അത്രേ ഈ കഥയ്ക്ക് പൊരുളുള്ളൂ, മനസ്സിലാക്കുക. എന്തായാലും നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ ഉക്കുലേലെ മെഡിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ സംഗീതവും സുഗന്ധവും ധ്യാനവും അറിവും എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. നിങ്ങളൊന്ന് ധ്യാനം ചെയ്യൂ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കവചം സൃഷ്ടിക്കപ്പെടും പ്രകൃതിയാൽ. അപ്പം നമുക്ക് നമ്മിൽ ആകർഷിക്കുന്നതായിട്ടുള്ള മനുഷ്യർ നല്ലതായി വരട്ടെ, നല്ലതായി ഭവിക്കും. കൂടുതൽ നമ്മൾ ആധ്യാത്മികമായ തിരിച്ചറിവിൽ വരുമ്പോൾ നല്ലവരെ ആകർഷിക്കാൻ സാധിക്കുന്നു. മോശമായിട്ടുള്ളവർ നമ്മളോട് അടുക്കാൻ പറ്റാതെ അകന്നു പോകും എന്നാണ് പ്രകൃതി നിയമം. അതിന് സംഭവിക്കട്ടെ. നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസിലൂടെ വന്ന് അനുഭവിക്കും. ഞാൻ കൊല്ലം ഐത്തിലെ മെഡിറ്റേറിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. 9605743596 ആണ് എൻ്റെ നമ്പർ. ഉക്കുലേലെ മെഡിറ്റേഷൻസ് നമുക്കൊരു രക്ഷാകവചം സൃഷ്ടിക്കും. വരിക.